ഫെബ്രുവരി 28-ന് പൊട്ടിപ്പുറപ്പെട്ട ഇറാൻ അമേരിക്ക സംഘർഷത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടം നടക്കുമോ എന്ന കാര്യത്തിൽ ലോകമെങ്ങും ആകാംക്ഷ നിലനിൽക്കുകയാണ്. ആഴ്ചകളായി തുടരുന്ന അനിശ്ചിതത്വങ്ങൾക്കും യുദ്ധഭീതിക്കും വിരാമമിടാൻ ഈ ചർച്ചകൾക്ക് സാധിക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം പ്രത്യാശിക്കുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല. ഇതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വിശ്വസ്തരായ സ്റ്റീവ് വിറ്റ്കോഫിനെയും മരുമകൻ ജാരഡ് കുഷ്നറിനെയും പാകിസ്ഥാനിലേക്ക് അയച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് ഇറാനിയൻ പ്രതിനിധികളുമായി രഹസ്യ ചർച്ചകൾ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ നയതന്ത്ര നീക്കം നടക്കുന്നത്. പാകിസ്ഥാൻ സന്ദർശിക്കുന്ന അമേരിക്കൻ സംഘം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ. പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കാനും യുദ്ധം വ്യാപിപ്പിക്കാതിരിക്കാനും ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ടതിന്റെ തെളിവായാണ് വിറ്റ്കോഫിന്റെയും കുഷ്നറുടെയും സാന്നിധ്യം വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ വിദേശ നയങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കുഷ്നറുടെ ഇടപെടൽ ഇറാനുമായുള്ള ഒരു പുതിയ കരാറിലേക്ക് നയിക്കുമെന്ന് പല നിരീക്ഷകരും കരുതുന്നു. എന്നാൽ ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ടെഹ്റാനിൽ നിന്ന് പുറത്തുവരുന്നത്. വാഷിംഗ്ടണുമായി യാതൊരുവിധ ചർച്ചകൾക്കും ഇപ്പോൾ താല്പര്യമില്ലെന്നാണ് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുമായി ചർച്ച നടക്കുന്നു എന്ന വാർത്തകളെ അവർ പാടെ തള്ളിക്കളഞ്ഞു. ഇറാന്റെ പരമാധികാരത്തെ മാനിക്കാതെയും ഉപരോധങ്ങൾ പിൻവലിക്കാതെയും ചർച്ചാമേശയിലേക്ക് മടങ്ങുന്നതിനെ ഇറാന്റെ ഭരണ നേതൃത്വവും സൈന്യവും എതിർക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഉറപ്പുകൾ ലഭിക്കാതെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഇത് സമാധാന ശ്രമങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി 28-ലെ യുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയിലെ സാഹചര്യം ഏറെ സങ്കീർണമാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങളും നേർക്കുനേർ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പിഴവ് പോലും വലിയ നാശത്തിന് കാരണമാകും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്നത് തന്റെ രാഷ്ട്രീയ വിജയമായി ഉയർത്തിക്കാട്ടാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് തന്റെ കുടുംബാംഗങ്ങളെയും ഏറ്റവും അടുത്ത സഹായികളെയും അദ്ദേഹം ഈ ദൗത്യത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് ഒരു ചരിത്രപരമായ ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ഇറാൻ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ്. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇറാന് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ഈ രാജ്യങ്ങളുടെ സഹായം ഇറാനുണ്ട്. അതിനാൽ തന്നെ അമേരിക്ക പറയുന്ന നിബന്ധനകൾക്ക് വഴങ്ങിക്കൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പാകിസ്ഥാനിലെത്തിയത് മേഖലയിലെ മറ്റ് നയതന്ത്ര ആവശ്യങ്ങൾക്കാണെന്നും അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടില്ലെന്നും ടെഹ്റാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ഈ കടുത്ത നിലപാട് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു തിരിച്ചടിയാണ്. ബാബൽ മന്ദേബ് കടലിടുക്കിലെയും ഹോർമുസ് കടലിടുക്കിലെയും കപ്പൽ നീക്കങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയും ബാധിക്കുന്നുണ്ട്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് വേദിയാകുന്നത് തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇസ്ലാമാബാദും കരുതുന്നു. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദൂരം എത്രത്തോളം കുറയ്ക്കാൻ പാകിസ്ഥാന് സാധിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടി വരും. അറാഗ്ചിയുടെ പാക് സന്ദർശനം ആഗോള മാധ്യമങ്ങൾ ഉറ്റുനോക്കുകയാണ്. അമേരിക്കൻ പ്രതിനിധികൾ ഒരേ സമയം പാകിസ്ഥാനിലുള്ളത് കേവലം യാദൃച്ഛികമല്ലെന്ന് നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ട്. രഹസ്യ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. കാരണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പരസ്യമായ നിലപാടുകൾക്കപ്പുറം രഹസ്യമായ നയതന്ത്ര നീക്കങ്ങൾക്കാണ് പലപ്പോഴും പ്രാധാന്യമുണ്ടാവാറുള്ളത്. ഇറാന്റെ മാധ്യമങ്ങൾ വാർത്തകൾ നിഷേധിക്കുന്നത് ആഭ്യന്തരമായ പ്രതിരോധത്തിന്റെ ഭാഗമായിരിക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ ആർട്ട് ഓഫ് ദി ഡീൽ ഇറാൻ വിഷയത്തിൽ എത്രത്തോളം ഫലിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. അമേരിക്ക നേരിടുന്ന ആഭ്യന്തര പ്രതിസന്ധികളും സൈനിക ചെലവുകളും കുറയ്ക്കാൻ ട്രംപിന് ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറുവശത്ത് തങ്ങളുടെ സൈനിക ശേഷിയും അന്തസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകൂ. അസമമിത യുദ്ധമുറയിലൂടെ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയ ഇറാന്റെ നിലപാടുകൾ ലോകരാജ്യങ്ങൾ ഗൗരവമായാണ് കാണുന്നത്. ഇസ്ലാമാബാദ് ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും അവിടെ തുടരുന്നത് സമാധാനത്തിനായുള്ള അമേരിക്കയുടെ ഡെസ്പറേറ്റ് ആയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇറാൻ തങ്ങളുടെ വാതിലുകൾ അടച്ചിരിക്കുകയാണ്. ഈ നയതന്ത്ര യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നത് പശ്ചിമേഷ്യയുടെ ഭാവിയെ നിശ്ചയിക്കും. സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടം നടക്കാതെ പോകുന്നത് മേഖലയെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്കും രക്തച്ചൊരിച്ചിലിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്താരാഷ്ട്ര സമൂഹം വലിയൊരു വഴിത്തിരിവിനായി കാത്തിരിക്കുകയാണ്.